അപ്പോ അവസരങ്ങൾ മുന്നിലുണ്ടായിട്ടും അത് ഉപയോഗിക്കാതെ ജനങ്ങളെ വഞ്ചിക്കാൻ കൂട്ടുനിൽക്കുന്ന BJP എന്ന് ഞാനിപ്പോ പറഞ്ഞാല് നിങ്ങൾ ചിലപ്പോ മൂക്കത്ത് വിരൽ വെച്ച് പോകും. കാരണം രാഷ്ട്രീയ ചാണക്യന്മാർ ഒത്തിരിയുള്ള ഒരു പാർട്ടിയാണല്ലോ BJP എന്ന് പറയുന്നത്. പക്ഷേ ഞാനിപ്പോ പറയാൻ പോകുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഞാൻ പറഞ്ഞത് അംഗീകരിക്കേണ്ടി വരും. കാരണം ഞാൻ പറയുന്ന എന്റെ അഭിപ്രായമല്ല, പകരം സുപ്രീം കോടതി വിധിയാണ്. കൃത്യമായി പറഞ്ഞാല് ചിലരൊക്കെ മുഖ്യമന്ത്രിയാകുന്നതിന് തടയിടാനുള്ള ഒരു വജ്രായുധം സുപ്രീം കോടതി തന്നെ പൊതുജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് BJPക്കും ഉപയോഗിക്കാമല്ലോ. നമസ്കാരം. അപ്പോ ഇൻട്രോ കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും വിഷയം മുഖ്യമന്ത്രി സ്ഥാനമാണ് എന്നുള്ളത്. സംസ്ഥാനം തമിഴ്നാടാണ്. TVKയുടെ ജോസഫ് വിജയ് ആണ് താരം. പ്രത്യേകം ശ്രദ്ധിക്കുക, ജോസഫ് വിജയ്. ഇനി വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയാം. ഈ വീഡിയോ ഈ ചാനലിൽ ഇടാനുള്ള കാരണം തമിഴ്നാട്ടിൽ ഇവാഞ്ചലിക്കൽ ഭരണം വരുന്നു എന്നുള്ള ഒരു ആശങ്ക തന്നെയാണ്. ആന്ധ്രയില് ഇവാഞ്ചലിക്കൽ ഭരണം വന്നപ്പോ നമ്മൾ എല്ലാവരും കണ്ടതാണ് തിരുപ്പതി ക്ഷേത്രത്തിൽ ഇവാഞ്ചലിസ്റ്റുകളെ സ്റ്റാഫായി കുത്തി നിറച്ചതും ലഡുവില് സംഭവിച്ചതും ഒക്കെ. അപ്പോ പറഞ്ഞു വന്നത് ഈ വിജയ് മുഖ്യമന്ത്രിയാകാതിരിക്കാൻ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു വജ്രായുധത്തെ കുറിച്ചാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുവരെ ഒരു ചാനലും ഈ അവസരത്തില് പറയാത്ത ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതും എന്റെ അഭിപ്രായമല്ല, പകരം 2023 സുപ്രീം കോടതിയുടെ ഒരു വിധിയാണ് ഞാൻ പറഞ്ഞ ഈ വജ്രായുധം എന്ന് പറയുന്നത്. ഹിന്ദുക്കളുടെ രക്ഷ എന്ന് പറയുന്ന ഒരു ലക്ഷ്യം BJPക്ക് ഉണ്ടെങ്കിൽ അവരത് ഉപയോഗിക്കേണ്ടതാണ്. പക്ഷേ എനിക്ക് പ്രതീക്ഷയില്ല. കാരണം അവർക്കിപ്പോ വെള്ളക്കുപ്പായം അണിഞ്ഞവരെയും കറുത്ത മൂടുപടം ധരിച്ചവരെയും പൊക്കിക്കൊണ്ട് നടക്കാനാണല്ലോ താല്പര്യം. അതുകൊണ്ടാണല്ലോ ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു പ്രസ്ഥാനം എന്നും പറഞ്ഞ് സമത്വ ഭാരതിക്ക് ഇറങ്ങേണ്ടി വന്നത്. ഇനി വിഷയത്തിലേക്ക് കടക്കാം. തമിഴ്നാട്ടില് വിജയ്ക്ക് ഇപ്പോ 118 MLA-മാരുടെ പിന്തുണ കിട്ടിക്കഴിഞ്ഞു എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. അത് കിട്ടിയത് എങ്ങനെയാ? കോൺഗ്രസും CPM-ഉം CPI-യും VCK എന്ന് പറയുന്ന മറ്റൊരു പാർട്ടിയും കൂടി പിന്തുണച്ചപ്പോ. ഇനി ഞാൻ ഈ പറഞ്ഞ പാർട്ടികളൊക്കെ മത്സരിച്ചത് ആർക്കൊപ്പം നിന്നിട്ടാ? സ്റ്റാലിന്റെ DMK നയിക്കുന്ന മുന്നണിക്കൊപ്പം നിന്നിട്ട്. അപ്പോ ഇതിനു മുൻപ്, അതായത് 2023 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ചിരിക്കുന്ന വിധിയിലൂടെ കോടതി പറയുന്നത് ഇത്തരത്തിലുള്ള മുന്നണി മാറ്റം കൃത്യമായ ജനവഞ്ചനയാണ്, ജനവിധിയെ അട്ടിമറിക്കലാണ് എന്നാണ്. ഇനി സംശയമുണ്ടെങ്കിൽ 2023 ഒരു ഭരണപ്രതിസന്ധി വന്നപ്പോ സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത് അതേപടി മലയാളത്തിലാക്കിയിട്ട് ഞാനൊന്ന് വായിക്കാം. അതായത് ആർട്ടിക്കിൾ 19(1)A പ്രകാരമുള്ള മൗലിക സ്വാതന്ത്ര്യം ഒരു പൗരന്റെ വോട്ടവകാശത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ തന്റെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കേണ്ട സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള വിവരങ്ങൾ തേടാനും സ്വീകരിക്കാനുമുള്ള പൗരന്റെ അവകാശം ഒരു മൗലികാവകാശമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. കൂടാതെ വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. അതായത് വോട്ടുകളുടെ ബലത്തിൽ അധികാരത്തിൽ വരുന്ന ഒരു സർക്കാരിനെ പൗരന്മാരുടെ വിശ്വാസത്തെ വഞ്ചിക്കുന്നതിൽ നിന്ന് നിയമവാഴ്ച തടയുന്നു. അടുത്തതാണ് ഏറ്റവും പ്രധാനം. നെപ്പോട്ടിസം, ഡിസ്പോട്ടിസം, കേപ്രിസ് എന്നീ വാക്കുകളാണ് കോടതി ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് പെട്ടെന്നുള്ള മലക്കം മറിച്ചിലൂടെ ജനവിധിയെ അട്ടിമറിക്കൽ, അതാണ് കേപ്രിസ് എന്നതുകൊണ്ട് ഇവിടെ കോടതി ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ സ്വജനപക്ഷപാതം, സ്വേച്ഛാധിപത്യം. അപ്പോ ഈ 3 കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും നിയമം മൂലം സർക്കാരിനെ വിലക്കുന്നുണ്ട്. അപ്പോ പച്ച മലയാളത്തിൽ പറഞ്ഞാല് TVK എന്ന പാർട്ടിക്ക് എതിരാണ് എന്ന് വിശ്വസിച്ച് തമിഴ്നാട്ടിലെ ജനങ്ങള് DMK നേതൃത്വം നൽകുന്ന മുന്നണിയോടൊപ്പം ചേർന്ന് മത്സരിച്ച കോൺഗ്രസിനെയും CPM, CPI, VCK എന്ന മറ്റ് ഇടത് പാർട്ടികളെയും വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം കൂടി TVK എന്ന പാർട്ടിക്കൊപ്പം പോകുന്നു. അങ്ങനെ കോടതിയുടെ കാഴ്ചപ്പാടില് ജനങ്ങളെ വഞ്ചിക്കൽ, ജനവിധിയെ അട്ടിമറിക്കൽ, ഭരണഘടനാപരമായ ധാർമ്മികതയില്ലായ്മ, മുന്നണി മര്യാദ ഇല്ലായ്മ, ഇതൊക്കെയാണ് തമിഴ്നാട്ടിൽ നടന്നിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി കൂറുമാറ്റ നിയമം പൊക്കിപ്പിടിച്ച ആരും എനിക്കെതിരെ വരണ്ട. കാരണം 2023 മഹാരാഷ്ട്ര രാഷ്ട്രീയ പ്രതിസന്ധി ഘട്ടത്തിലുള്ള വിധിയിൽ സുപ്രീം കോടതി പറഞ്ഞത് കൂറുമാറ്റ നിരോധന നിയമം അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയെ ഉപേക്ഷിക്കുന്നതിൽ നിന്ന് മാത്രമല്ല നിയന്ത്രിക്കുന്നത്, ഒപ്പം മുന്നണിയെ ഉപേക്ഷിക്കുന്നതിൽ നിന്നും കൂടി നിയന്ത്രിക്കുന്നുണ്ട് എന്നാണ്. കാരണം ഇവിടെ ജനവിധിയാണ് പ്രധാനം, അല്ലാതെ രാഷ്ട്രീയ പാർട്ടികളല്ല. അപ്പോ ഇനി തമിഴ്നാട്ടില് യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് വീണ്ടും തെരഞ്ഞെടുപ്പ്, അതല്ലാതെ വേറെ മാർഗമേ ഇല്ല. പക്ഷേ BJP എന്തുകൊണ്ട് ഈ ആയുധം പ്രയോഗിക്കുന്നില്ല എന്ന് ചോദിച്ചാല് ഇതൊക്കെ പ്രയോഗിച്ചാലും BJPക്ക് ഭരണം കിട്ടില്ലല്ലോ. പിന്നെന്ത് ജനഹിതം, എന്ത് ഭരണഘടനാ ധാർമ്മികത? കഷ്ടം, അല്ലാതെ എന്ത് പറയാൻ.